എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങൾ ന്യായീകരിക്കേണ്ടതായിട്ട് വന്നു. അതിലൊന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നടത്തിയിരിക്കുന്ന ഒരു യാത്രയെക്കുറിച്ചാണ്. രണ്ടാമത്തേത് അദ്ദേഹം ഒരു സ്വകാര്യ ഇടത്ത് വെച്ച് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു എന്നതിനെക്കുറിച്ചാണ്. ഇതിൽ രണ്ടാമത്തെ വിഷയം ആദ്യം പറയേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ദുരവസ്ഥയാണ് എന്ന് കരുതി ഒരാൾ ഭക്ഷണം കഴിക്കരുത് എന്നോ അല്ലെങ്കിൽ ഇന്ന ഇന്ന വിഭവങ്ങൾ മാത്രമേ കഴിക്കാവൂ എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ അതിഥിയായിട്ട് ചെല്ലുന്ന സമയത്ത് അവർ നിശ്ചയമായിട്ടും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ അദ്ദേഹത്തിനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിളമ്പിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ രണ്ടാമത്തെ വിഷയം ഹെലികോപ്റ്റർ യാത്ര എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ സതീശൻ്റെ വിശദീകരണം അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വളരെ പ്രതിരോധത്തിലായിട്ടുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധവുമാണ്. ചില കാര്യങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാക്കുന്നുണ്ട്. പഴയ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗത്തിനെ ധൂർത്ത് എന്ന് വിളിച്ചിരുന്ന നേതാവ് ഇപ്പോൾ അതേ ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടത്. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് അവിടെ പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്, അദ്ദേഹത്തിൻ്റെ വിശദീകരണം എത്രത്തോളം ബലമുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്. നോക്കാം. ഇതിൽ ശ്രീ വി ഡി സതീശൻ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒരു ന്യായമല്ല, 4-5 ന്യായങ്ങളുണ്ട്. അതിലൊന്ന് കൊച്ചിയിൽ ഒരു നിക്ഷേപക സംഘത്തിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അടിയന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നാണ്. രണ്ടാമത്തേത്, ആ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൽ പോകാനായിരുന്നു ആദ്യത്തെ പദ്ധതി. അതിന് ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നിക്ഷേപക സംഘത്തിന് അന്ന് രാത്രി തന്നെ ഡൽഹിയിലേക്ക് അടിയന്തരമായി മടങ്ങേണ്ടതുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ പോകേണ്ടി വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഈ യാത്ര സർക്കാരിന് 1 രൂപയുടെ പോലും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ഹെലികോപ്റ്ററിന് നേരത്തെ തന്നെ നിശ്ചിത തുക വാടക നൽകുന്നുണ്ട്. അതിൽ 25 മണിക്കൂർ ഒരു മാസം സൗജന്യമായിട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയും. അതിൽ മാത്രമേ ഇത് ഉൾപ്പെടുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. 4, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ താൻ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇപ്പോഴും ഉന്നയിക്കുന്നില്ല. പണ്ടും ശ്രീ പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗത്തിനെക്കുറിച്ച് താൻ കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 5, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നില്ല. നിങ്ങളിതൊക്കെ ഇല്ലാതെയാക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹം അവരോട് ചോദിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങൾ ഓരോന്നും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ശ്രീ സതീശൻ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും ന്യായം നോക്കിയാൽ, കൊച്ചിയിൽ ആരൊക്കെയോ നിക്ഷേപകർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ കാണുന്നതിന് വേണ്ടി താൻ ആദ്യം വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് അന്ന് രാത്രി തന്നെ മടങ്ങണം എന്നുള്ളത് കൊണ്ട് താൻ പെട്ടെന്ന് അവരെ കാണുന്നതിന് വേണ്ടി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏത് നിക്ഷേപക സംഘമാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. അവരുടെ പേര് പറഞ്ഞ് അതുകൂടി ഇല്ലാതെയാക്കാനാണോ ശ്രമം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. നിക്ഷിപ്ത താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഏത് നിക്ഷേപക സംഘമാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല എങ്കിൽ അങ്ങനെ കഴിയില്ല എന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ഇല്ലാതെയാക്കാനുള്ള ഒരു താല്പര്യമാണോ എന്ന മട്ടിൽ ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിനോട് പറയട്ടെ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങോട്ട് പോയി നിക്ഷേപകരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏത് നിക്ഷേപകരാണ്, എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുക, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഒരുപക്ഷെ അത് വലിയൊരു ഡീലായിരിക്കണം. അതെന്തുമായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ വലിയ നിക്ഷേപത്തിന് സാധ്യതയുള്ള ആൾക്കാരെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണുന്നതിൽ ഒരു തെറ്റുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ സതീശൻ തന്നെ പറയുന്നത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് കൊച്ചിയിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരേ ഡീൽ, ഒരേ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുവേണ്ടി ഇവർ 2 സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഡിസ്കഷൻ കഴിഞ്ഞു, കേരളത്തിലെ ഡിസ്കഷൻ വൈകാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് അവസരം ഇല്ലാതാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലാണ് അടിയന്തരമായിട്ട് ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിൽ പോയി അവരെ കണ്ടത് എന്ന മട്ടിലാണ്. കാരണം അവർക്ക് അന്ന് രാത്രി തന്നെ ഡൽഹിയിൽ പോകണം. ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവർ കാണുന്നത്. ആ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് അവരെ കാണുകയാണ്. ഇത് ഒരു ഡിന്നർ മീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിനിൽ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇല്ലാതിരുന്ന ഒരു അടിയന്തര ആവശ്യമാണ് പിന്നീട് അവർക്ക് ഡൽഹിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.
മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, അതും മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണുന്ന നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ് ഉപേക്ഷിച്ച് അവർക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അവർ എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2, അവരങ്ങനെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് എങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം മറ്റേതെങ്കിലും ഒരു മാർഗത്തിൽ അവിടെ ചെന്നിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർബന്ധ ബുദ്ധി എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഷോർട്ട് നോട്ടീസിലാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ എത്താനായിട്ട് മറ്റു മാർഗങ്ങളില്ല എന്ന് അദ്ദേഹത്തിന് ന്യായമായിട്ടും പറയാം. എന്തായാലും ആ രാത്രിയിൽ തന്നെ അവർ തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം അവരെടുക്കും എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അതൊരു ബിസിനസ് ഡിസിഷനാണ്. അതിന് ഫർദറായിട്ടുള്ള കുറേയധികം ഡിസ്കഷൻസ് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു ഷോർട്ട് നോട്ടീസിൽ അവിടെ കൊച്ചിയിൽ പോയി അവരെ കണ്ടേ മതിയാകൂ എന്ന തരത്തിലുള്ള ഒരു അർജൻസി അവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു ന്യായമല്ല എന്നുള്ളതാണ് പ്രധാനം. ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും പറയാൻ കഴിയുന്നതാണ് ഇത് ഷോർട്ട് നോട്ടീസാണ്, നിങ്ങളിപ്പോൾ അത്യാവശ്യമുണ്ട് എങ്കിൽ പൊയ്ക്കോളൂ, നമുക്ക് ഉടനെ അടുത്ത ഒരു ദിവസം തന്നെ നേരിട്ട് കാണാം, അതിന് ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെങ്കിൽ അത് ചെയ്യാം, അതല്ല എങ്കിൽ നിങ്ങളെ സ്റ്റേറ്റിൻ്റെ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എന്ന് പറയാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബ്ബിൽ നിന്ന് ആദ്യം ഈ ഹെലികോപ്റ്റർ പുറപ്പെടുന്നു. എന്നിട്ട് മോശം കാലാവസ്ഥ മൂലം അത് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയാതെ തിരികെ വരുന്നു. അതിനുശേഷം ഏതാനും സമയം കഴിഞ്ഞ് വീണ്ടും ഇത് രണ്ടാമത് യാത്ര ചെയ്താണ് ആ യാത്ര പൂർത്തിയാക്കുന്നത്. അങ്ങനെ മോശമായ കാലാവസ്ഥയെ റിസ്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 തവണ യാത്ര ചെയ്ത് കൊച്ചിയിൽ പോയി ഒരു ബിസിനസ് ഗ്രൂപ്പിനെ കണ്ട് ചർച്ച പൂർത്തീകരിക്കേണ്ടുന്ന എന്ത് അടിയന്തര പ്രാധാന്യമായിരുന്നു ആ ചർച്ചയ്ക്കുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയണം. നിശ്ചയമായിട്ടും ഈ ബിസിനസ് ഗ്രൂപ്പിനോട് മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു, കാലാവസ്ഥ മോശമാണ്, ഞാൻ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു മാർഗം ഇവിടെ നോക്കി, പക്ഷേ യാത്ര ചെയ്യാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് നിശ്ചയമായിട്ടും ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ നമുക്ക് ഈ മീറ്റിംഗ് പൂർത്തിയാക്കാം എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അത് പറയാത്ത രീതിയിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് അദ്ദേഹം പോകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ആരോപണം ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അടുത്തത്, ഈ യാത്ര സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ശ്രീ വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്രയെ ഈ നാട്ടിലുള്ള ആൾക്കാർ വിമർശിച്ചത് അതുമൂലം സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്ന് അദ്ദേഹം ഓർക്കണം. അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സൗകര്യം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം. ഇനി അത് സ്വകാര്യ ആവശ്യമല്ല, മറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ആവശ്യമാണ് എങ്കിലും അത് അടിയന്തര ആവശ്യം എന്നുള്ളൊരു പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണത്തിൻ്റെ ബലമില്ലായ്മയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ബിസിനസ്സുകാരുമായിട്ട് അടിയന്തരമായിട്ടുള്ള ചർച്ച നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യത്തിനായിരുന്നില്ല ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഏർപ്പെടുത്തിയിരുന്നത്. അതിന് മറ്റ് കാരണങ്ങളുണ്ടായിരുന്നു. വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാവോയിസ്റ്റ് ത്രെട്ട്, ദുരിതാശ്വാസ പ്രവർത്തനം, അവയവങ്ങളുടെ സ്പീഡി ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതും അതിന് നമ്മൾ അന്ന് മുതൽ ന്യായം പറഞ്ഞതും. അതുകൊണ്ട് തന്നെ ഇവിടെ സംസ്ഥാനത്തിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യത്തിനെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതിരിക്കുമ്പോൾ എന്തിനാണത് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം എത്രയോ തവണ ഇതിനു മുമ്പ് ആൾക്കാരെ അടിയന്തരമായി കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇല്ലാതിരുന്ന തരത്തിലുള്ള അത്ര അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. അടുത്ത പോയിന്റ്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗത്തിനെ താൻ വിമർശിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് അവാസ്തവമാണ്. അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്ത് പറഞ്ഞത്, ശ്രീ പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ധൂർത്താണ്, കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്നത് ഭദ്രമല്ല എന്ന്. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഏതെങ്കിലും നിലയിൽ ഭദ്രമായിട്ടുണ്ട് എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അങ്ങനെ ഭദ്രമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുന്നത് നമ്മൾ കണ്ടത്. ആ ധവളപത്രം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പറയുന്നതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പൊതു കടമെന്ന് പറയുന്നത് 5 ലക്ഷം കോടിക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അവസ്ഥ എന്നത് ശ്രീ പിണറായി വിജയനെ ശ്രീ സതീശൻ വിമർശിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ മോശമാണ് എന്നുള്ളതാണ് അവസ്ഥ. ആ സമയത്ത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ശ്രീ പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗത്തിനെ താൻ വിമർശിച്ചിട്ടില്ല എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞാൽ, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ അങ്ങനെ ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അവിടെ തീരുന്നില്ല.
കാരണം കോൺഗ്രസിലെ മറ്റു പല നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ യാത്രകളെ നിരന്തരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീ പിണറായി വിജയൻ തൻ്റെ പാർട്ടിക്കാരാൽ വിമർശിക്കപ്പെട്ടിരുന്ന സമയത്ത് അത് വിമർശിക്കേണ്ടുന്ന ഒരു വിഷയമല്ല എന്നോ ശ്രീ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ന്യായമായ യാത്രകളാണ് എന്നോ ശ്രീ വി ഡി സതീശൻ എവിടെയെങ്കിലും ഒരക്ഷരം പറഞ്ഞതായിട്ട് നമ്മൾ ആരും തന്നെ കേട്ടിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ സംസ്ഥാനത്തിന് ഇതുമൂലം നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പോയിന്റ് മാത്രമല്ല ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീ സതീശൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗത്തിനെ മുൻപ് എതിർത്തിരുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ധൂർത്ത് അധിക ചെലവ് ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗത്തിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ നിശ്ചയമായും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മെച്ചമാവുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ മോശമായ സാമ്പത്തിക അവസ്ഥയിലും തനിക്ക് മുമ്പുണ്ടായിരുന്നയാൾ വലിയൊരു തുക എല്ലാ മാസവും വാടക കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ 25 മണിക്കൂർ യാത്ര ചെയ്യാമല്ലോ, ഞാൻ അതിലങ്ങ് യാത്ര ചെയ്തേക്കാം എന്ന് കരുതുന്നതല്ല പ്രിൻസിപ്പിൾഡ് പൊസിഷൻ. അങ്ങനെ അത് ഉണ്ട് എങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾഡ് പൊസിഷൻ. അതല്ലാതെ താൻ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ വിമർശിച്ചിട്ടില്ല, സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നതിന് വാട്ട് അബൌട്ടറി എന്നാണ് പറയുന്നത്. അതല്ലാതെ താൻ തന്നെ മുമ്പ് പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾഡ് പൊസിഷനിൽ നിന്നുള്ള വയലേഷനാണത് എന്നതിനെക്കുറിച്ച് ശ്രീ വി ഡി സതീശൻ ഇവിടെ ഓർക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിലുള്ള ഒരു യാത്രയായിരുന്നു എന്ന മട്ടിലേക്കുള്ള ഒരു വിശദീകരണം തീർച്ചയായിട്ടും പരിഹാസ്യമാണ്. ഒരു തരത്തിലും അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം അങ്ങനെ ഒരു മീറ്റിങ്ങോ അതിൻ്റെ ഡീറ്റെയിൽസോ എന്താണ് എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ആ ഗ്രൂപ്പ് ഏതാണ് എന്നോ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് എന്നോ ഇങ്ങനെ 2 തവണ വെതറിനെ റിസ്ക് ചെയ്ത് അദ്ദേഹം പോകേണ്ടുന്ന അടിയന്തര സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ ഈ കാര്യത്തിനെക്കുറിച്ചൊന്നും തന്നെ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്താനായിട്ട് കഴിയില്ല തുടങ്ങിയ മുട്ടാന്യായം ഒന്നും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അങ്ങനെ ഇവിടെ മാധ്യമങ്ങൾ ഏത് ഇൻവെസ്റ്ററുമായിട്ടാണ് കേരള സംസ്ഥാനം സംസാരിക്കുന്നത് എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റർ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോകും എന്നുണ്ടെങ്കിൽ ശ്രീ വി ഡി സതീശൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്ത് ഇംപ്രഷനാണ് അവർക്കുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റുകൾ പോലെയുള്ള പല മീറ്റുകളും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം രഹസ്യമായിട്ട് അടച്ചിട്ട മുറിയിൽ നടത്തേണ്ടുന്ന മീറ്റിങ്ങുകളാണ് എങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഹോസ്റ്റ് ചെയ്യുന്നതിലും എന്താണ് അർത്ഥം എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി വെറുതെ വിടുക. പക്ഷേ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. പ്രത്യേകിച്ച് ഈ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം സംബന്ധിച്ച് സ്വന്തം മുൻകാല നിലപാടുകളുമായിട്ടുള്ള പൊരുത്തക്കേട്, പ്രിൻസിപ്പിൾഡ് പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഡീവിയേഷൻ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രാവശ്യം വെതർ റിസ്ക് ചെയ്ത് അടിയന്തരമായിട്ട് അവിടെ പോകേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്, അങ്ങനെ ചെന്നില്ല എങ്കിൽ ഈ മീറ്റിംഗ് അപ്പോൾ തന്നെ നടന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിന് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്, അടുത്ത ദിവസങ്ങളിലൊന്നിൽ ഈ മീറ്റിംഗ് നടത്തിയാൽ എന്തായിരുന്നു ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മുട്ടാന്യായങ്ങളൊന്നും തന്നെ മതിയാവില്ല എന്ന് മാത്രം അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ചതുകൊണ്ട് മാത്രമല്ല ഈ വിഷയത്തിനെ പൊതുജനം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്നത്. പൊതുജനം എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് മറ്റാരെക്കാളും ബോധ്യമുണ്ടാകേണ്ടത് ശ്രീ വി ഡി സതീശനാണ്. കാരണം ആൾക്കാരുടെ MLA-മാരുടെ തലയെണ്ണിയതിനു ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പതിവിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പിന്മാറേണ്ടി വന്നത് ഇവിടെ സഖ്യകക്ഷികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചും ശ്രീ വി ഡി സതീശന് വലിയ പിന്തുണയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രീ വി ഡി സതീശൻ ആരെയെങ്കിലും ബോധിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് ഇവിടുത്തെ പൊതുജനത്തിനെയാണ്. ആ പൊതുജനത്തിന് തൃപ്തികരമായിട്ടുള്ള വിശദീകരണം അദ്ദേഹം കൊടുത്തില്ല എങ്കിൽ ആ പൊതുജനം മാധ്യമങ്ങളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കാണുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് ഈ രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ആ പൊതുജനം അദ്ദേഹത്തിനെ ജഡ്ജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും അത് അദ്ദേഹത്തിലുള്ള അവരുടെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും കുറയ്ക്കും എന്നും മാത്രം അദ്ദേഹത്തിനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.